നമസ്കാരം. CBI 5 എന്ന സിനിമയുടെ ചെറിയൊരു റിവ്യൂ നമുക്കൊന്ന് നോക്കാം. സേതുരാമയ്യർ കസറുമ്പോഴും ശരാശരി കാഴ്ചാനുഭവം മാത്രമായി ഒതുങ്ങുകയാണ് CBI 5. മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഐക്കോൺ കഥാപാത്രങ്ങളിൽ ഒന്നാണ് സേതുരാമയ്യർ. ലോക സിനിമയിൽ തന്നെ അപൂർവമാണ് ഒരു കഥാപാത്രത്തിനും സിനിമയ്ക്കും 5 ഭാഗങ്ങളായി തുടർച്ചയുണ്ടാവുന്നത് എന്നത്. CBI സീരീസിൽ നിന്നും 5ാമത്തെ ചിത്രം ഇറങ്ങുന്നു എന്ന വാർത്തകൾ വന്നപ്പോൾ മുതൽ ചിത്രത്തിനു വേണ്ടി ആവേശപൂർവ്വം കാത്തിരിക്കുകയായിരുന്നു മലയാള സിനിമാ ലോകവും പ്രേക്ഷകരും. എന്നാൽ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾക്ക് ഒപ്പമുയരാതെ ശരാശരി കാഴ്ചാനുഭവം മാത്രമായി മാറുകയാണ് CBI 5 എന്ന സിനിമ. ബാസ്ക്കറ്റ് കില്ലിംഗ് ആണ് ചിത്രത്തിന്റെ പ്രമേയമായി വരുന്നത്. ഒന്നിനു പിറകെ ഒന്നായി നടക്കുന്ന കൊലപാതകങ്ങൾ. യഥാർത്ഥ കൊലയാളിയെ തേടിയുള്ള പോലീസിന്റെ അന്വേഷണം പൂർത്തിയാവും മുൻപ് തന്നെ CBI ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ സീനിലേക്ക് എത്തുകയാണ്. CBI സീരീസുകളിൽ എല്ലാം കണ്ടുവരുന്നത് പോലെ ചിന്നിച്ചിതറിക്കിടക്കുന്ന സംശയങ്ങളും നിഗമനങ്ങളും വെച്ച് സത്യത്തിന്റെ പൊരുൾ തേടിയുള്ള സേതുരാമയ്യരുടെയും സംഘത്തിന്റെയും യാത്ര തുടങ്ങുന്നു. ഒരുപാട് നാളത്തെ അലച്ചിലിനൊടുവിൽ പരസ്പരം ബന്ധിക്കാനാവാത്ത കുറച്ച് തെളിവുകൾ അതിനെ കൂട്ടിച്ചേർത്ത് യഥാർത്ഥ കുറ്റവാളിയിലേക്ക് സേതുരാമയ്യർ എത്തിച്ചേരുന്നു. മുൻ ചിത്രങ്ങളിൽ പരീക്ഷിച്ചു വിജയിച്ച തന്റെ പഴയ ശൈലിയിൽ തന്നെയാണ് SN സ്വാമി CBI 5ന്റെ കഥയും പറയുന്നത്. ഇന്റർവെൽ വരെ കഥ എങ്ങോട്ടാണ് പോകുന്നതെന്നോ ആരാണ് കുറ്റവാളി എന്നോ യാതൊരുവിധ സൂചനയും തരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന ആകാംക്ഷ പ്രേക്ഷകരിൽ വളർത്തിക്കൊണ്ടു പോവാൻ ആദ്യ പകുതിക്ക് കഴിയുന്നുണ്ട്. എന്നാൽ ആദ്യ പകുതിയുടെ ത്രിൽ നിലനിർത്താൻ രണ്ടാം പകുതിക്കോ ക്ലൈമാക്സിനോ സാധിക്കുന്നില്ല എന്നതാണ് ചിത്രത്തിന് തിരിച്ചടിയാവുന്നത്. അതുപോലെ തന്നെ ആദ്യ പകുതിയിലെ ഡ്രോബാക്ക് എന്നത് ഒരു കണ്ടിന്യൂറ്റി എന്നത് തീരെ ഇല്ലെന്ന് തന്നെ പറയാം. അത്ര വേഗത്തിലാണ് ഓരോ ഷോട്ടും മാറി മറിയുന്നത്. എന്തിനാണ് ഇത്ര വേഗത എന്നത് സിനിമ കണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകനും തോന്നിപ്പോകും. എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാകും മുന്നേ തന്നെ ഒരു ബന്ധവുമില്ലാത്ത വേറൊരു സീനിലേക്ക് പോകും. അതുപോലെ തന്നെ ഈ ചിത്രത്തിലെ വേറൊരു തോൽവി എന്ന് പറയുന്നത് ജേക്ക് ബിജോയുടെ ആവശ്യമില്ലാത്തടത്തും ഉള്ളിടത്തും എല്ലാം കൊണ്ടിട്ടിരിക്കുന്ന BGM ആണ്. ഇനി കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അങ്ങ് രസിച്ചോട്ടെ എന്നോർത്താണോ എന്നും അറിയില്ല. എന്തായാലും അതിനെപ്പറ്റി വലിയ പിടിയൊന്നുമില്ല. എന്നാൽ രണ്ടാം പകുതിയിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ടതായി തോന്നി. ആദ്യ പകുതിയിലെ വെറുപ്പിക്കലാണോ ഇങ്ങനെ തോന്നാൻ കാരണം എന്നത് വീണ്ടും ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. മമ്മൂട്ടിയുടെ സേതുരാമയ്യർ തന്നെയാണ് ചിത്രത്തിലെ ആകർഷകമായ സാന്നിധ്യം. ആ പഴയ ക്ലാസിക് സേതുരാമയ്യർക്ക് ഇവിടെയും യാതൊരു മാറ്റവുമില്ല. CBI മുൻ സീരീസുകളിൽ കണ്ട അതേ ഊർജത്തോടെയും കുശാഗ്ര ബുദ്ധിയോടെയും ചെറുപ്പത്തോടെയും തന്നെയാണ് മമ്മൂട്ടി CBI 5ൽ 34 വർഷങ്ങൾക്കിപ്പുറവും താൻ അവതരിപ്പിച്ച ഒരു കഥാപാത്രത്തെ അതേ മാനറിസത്തോടെയും കൈയടക്കത്തോടെയും കാഴ്ചയിൽ പോലും വലിയ മാറ്റങ്ങൾ തോന്നാത്ത രീതിയിലും അവതരിപ്പിക്കാൻ ഒരു അഭിനേതാവിന് കഴിയുക എന്നത് കയ്യടി അർഹിക്കുന്ന കാര്യം തന്നെയാണ്. അടുത്തതായി ഈ ഒരു ചിത്രത്തിലെ ഏറ്റവും മികച്ച സീനുകളിൽ ഒന്നായി തോന്നിയതും ഇഷ്ടപ്പെട്ടതും എന്ന് പറയാവുന്നത് ഒരൊറ്റ സീനിൽ മാത്രം സ്ക്രീനിൽ വന്നു പോകുന്ന മലയാളത്തിന്റെ മഹാനടൻ ജഗതി ശ്രീകുമാർ തന്നെയാണ്. സേതുരാമയ്യരുടെ വലം കൈയായിരുന്ന ബുദ്ധിമാനായ വിക്രമൻ എന്ന കഥാപാത്രത്തിന് നല്ലൊരു ട്രിബ്യൂട്ടാണ് SN സ്വാമിയും സംവിധായകൻ K മധുവും ഒരുക്കിയത്. അടുത്തതായി CBI 5ൽ ശ്രദ്ധ കവരുന്ന മറ്റൊരാൾ എന്നത് സായികുമാറാണ്. സത്യത സായി എത്തുന്ന സായികുമാറിന്റെ രസകരമായ ശരീരഭാഷയും സംഭാഷണ രീതിയുമൊക്കെ പ്രേക്ഷകരെ രസിപ്പിക്കുക തന്നെ ചെയ്യും. എന്നാലും നല്ല രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരെ ഓവറാക്കി ഇറിറ്റേറ്റ് ചെയ്യാനും മറന്നിട്ടില്ല. മുകേഷ്, രഞ്ജി പണിക്കർ, അനൂപ് മേനോൻ, ദിലീഷ് പോത്തൻ, ആശാ ശരത്, കനിക, അനിസിബ, മാളവിക മേനോൻ, മാളവിക നായർ, G സുരേഷ് കുമാർ, സൗബിൻ ഷാഹിൻ, സുദേബ് നായർ, ജയകൃഷ്ണൻ, ഇടവേള ബാബു, രമേഷ് പിഷാരടി, പ്രശാന്ത് അലക്സാണ്ടർ, അർജുൻ നന്ദകുമാർ, പ്രതാപ് പോത്തൻ, അസീസ് നെടുമങ്ങാട്, കോട്ടയം രമേശ്, ചന്തുനാഥ്, കൃഷ്ണ എന്നിങ്ങനെ വലിയൊരു താരനിര തന്നെയുണ്ട് ചിത്രത്തിൽ. എന്നാൽ പലർക്കും കാര്യമായി ഒന്നും പെർഫോം ചെയ്യാനില്ല എന്ന് തന്നെയാണ്. CBI സീരീസിലെ എല്ലാ സിനിമകളും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കൃത്യമായ ഒരു അടിത്തറ ഭാഗിയാണ് പോയിരിക്കുന്നത്. എന്നാൽ CBI 5ൽ ഈ ഒരു അടിത്തറയുടെ പോരായ്മ നന്നേ എടുത്തു പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെ പുതിയ ടെക്നോളജികളോ മാറിയ കാലത്തെയോ ഒന്നും തൊടാതെ വളരെ സേഫായ രീതിയിലാണ് തിരക്കഥാകൃത്ത് കഥ ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ വിവിധ ഭാഷകളിലെ ചടുലമായ ക്രൈം ത്രില്ലർ ചിത്രങ്ങൾ കണ്ടുപരിചരിച്ച ഇന്നത്തെ സിനിമാ പ്രേക്ഷകർക്ക് അങ്ങനെ ഒരു സേഫായ സമീപനം എത്രത്തോളം ഉൾക്കൊള്ളാനാവുമെന്ന് കണ്ടറിയേണ്ടതാണ്. അതുപോലെ തന്നെ മുന്നേ പറഞ്ഞൊരു അടിത്തറയില്ലാതെ പണിതൊരു കെട്ടിടത്തിന്റെ അവസ്ഥയാണ്. മൊത്തം എയറിൽ നിൽക്കും എന്ന് തന്നെ പറയാം. എപ്പോൾ വേണമെങ്കിലും അടപടലമാകും. ഇതൊക്കെ തന്നെയാണ് ചിത്രത്തെ ശരാശരി കാഴ്ചാനുഭവം മാത്രമായി ഒതുക്കുന്നത്. മറിച്ചൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ സിനിമ കണ്ട പ്രേക്ഷകർ കമന്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലേക്ക് എത്തുന്ന പുതിയ പ്രേക്ഷകർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.